ഹലോ, ചിഞ്ചൂസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സുധിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആരും കാണാതെ എടുക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് എല്ലാം ചന്ദ്രമതി പൂമുഖത്ത് കൊണ്ടുവെക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചന്ദ്രമതിയും രവീന്ദ്രനും സംസാരിക്കുന്നതാണ്. ചന്ദ്രമതി പറയാണ്, ഞാൻ ബാമയ്ക്ക് ഇതെല്ലാം കൊണ്ടു കൊടുക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്, ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. പിന്നീട് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പെൻഷൻ ഫീ പൈസ കിട്ടിയോ എന്ന്. കാരണം ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നു പണം സുധിക്ക് കുറച്ച് കൊടുക്കണമെന്ന്. അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, പണം ഒന്നും കിട്ടിയിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ പേപ്പർ വർക്ക് കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ചന്ദ്രമതി പറയാം, സുധി അന്നേ പറഞ്ഞില്ലേ, ആ സച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് പണം കിട്ടാൻ ഇത്രയും വൈകുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഇറങ്ങുമ്പോൾ അതാ സച്ചിയും രേവതിയും ബൈക്കിലായിരുന്നു. അങ്ങനെ അവര് കാണാതിരിക്കാൻ വേണ്ടി ചന്ദ്രമതി നേരെ ഗേറ്റിന്റെ പുറകിലേക്ക് മറഞ്ഞിരിക്കുക. അവിടെ വന്ന് ഇറങ്ങിയപ്പം തന്നെ സച്ചി പറയാം, ഒന്ന് നിന്നെ, നീ ഈ മുഖവുമായി അങ്ങോട്ട് പോവരുത്, അവിടെ അച്ഛനുണ്ട്, എന്നിട്ട് എല്ലാ കാര്യം അച്ഛനെ അറിയിക്കരുത് എന്ന് സച്ചി പ്രത്യേകം രേവതിയോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രവീന്ദ്രനും സച്ചിയും രേവതിയോട് സംസാരിക്കുന്നതാണ്. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇത്ര നേരത്തെ വന്നത്? കുറച്ച് 2 ദിവസം കൂടെ അവിടെ നിന്നൂടായിരുന്നു എന്ന്. അപ്പം സച്ചി പറയാം, എനിക്ക് എൻ്റെ അച്ഛനെ കാണാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, അച്ഛനത് അറിയില്ലേ എന്ന്, എനിക്ക് വിഷമാവുന്നെന്ന്. അപ്പം രവീന്ദ്രൻ പറയാം, അത് ശരിയാണ്, എനിക്ക് വിഷമമുണ്ട്, എന്നാലും നിന്റെ വീട് തന്നെയാണ് അതും, അപ്പം നീ അവിടെ കൂടെ നിൽക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ രവീന്ദ്രൻ അവരോട് വിശേഷങ്ങൾ ചോദിക്കുക. അപ്പോൾ സച്ചി പറയാ, വളരെ നല്ല ഒരു അനുഭവമായിരുന്നു എനിക്ക്. നമ്മുടെ അച്ഛമ്മയുടെ വീട്ടിൽ പോകുമ്പം കിട്ടുന്ന ഒരേ സുഖമില്ലേ, അതുപോലെയായിരുന്നു അവിടെയെന്നും, അവിടെ തനിക്ക് രാജാവിനെ പോലെയാണ് സ്വീകരണം നൽകിയതെന്നും ഒക്കെ സച്ചി വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. ദേവ് വളരെ നല്ല അനുജത്തിയാണെന്നും അവളെപ്പോലെ ഒരു അനുജത്തി എനിക്ക് വേണമായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രമതി വാടകയ്ക്ക് കൊടുത്ത ഒരാളെ കാണാൻ പോവാണ്. അപ്പം അയാളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു 50,000 രൂപ വേണമെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് ATM പോയി പണം എടുക്കാൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവുവിനെയും ലക്ഷ്മിയെയാണ്. ലക്ഷ്മിയും ദേവും വളരെ വിഷമത്തോടെ ഓരോ കാര്യങ്ങൾ പറയാണ്. ദേവ് പറയുന്നുണ്ട്, എല്ലാം ആ പ്രകാശൻ്റെ കുഴപ്പമാണ്, അല്ലാതെ ഏട്ടനൊന്നും പറഞ്ഞില്ല, ഏട്ടൻ കുറേ ക്ഷമിച്ചു നിന്നു, പിന്നെ ആ പ്രകാശൻ അത്രയും ചൊറിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്, ഏട്ടൻ്റെ അച്ഛനെ പറഞ്ഞിട്ടാണ് ഏട്ടൻ തല്ലിയതെന്നും പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയാ, ആ പ്രകാശം കാരണമാണ് എല്ലാം ഉണ്ടായത്, ഇത്രയും നേരം രാത്രി വരെ വെള്ളം കോരി ലാവരയപ്പം ആ കലം ഉടച്ച പോലെ ആയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, ഇനി എന്താക്കും, മാഷിനെ തല്ലിയത് വലിയ പ്രശ്നമായിട്ട് തന്നെ ഇവിടെ നിൽക്കും, ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മാഷും ഭാര്യയും വരികയാണ്. എന്നിട്ട് മാഷ് പറയാണ്, എന്നെ തല്ലിയതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വീട് ഒഴിയണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയും ദിയും വളരെ വിഷമത്തിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചന്ദ്രമതിയും നമ്മുടെ സുധിയെയാണ്. അങ്ങനെ സുധി പറയാണ്, അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പം ചന്ദ്രമതി പറയാം, മോനെ, നീ എല്ലാ കാര്യം എന്നോട് തുറന്നു പറഞ്ഞേ, നിനക്ക് ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു. അങ്ങനെ ചന്ദ്രമതി സുധിക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എന്നൊക്കെ സുധി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പണം ചന്ദ്രമതി സുധിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചിയെ രേവതിയാണ് കേട്ടോ. അങ്ങനെ സച്ചി പറയാം, എൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് എന്തൊരു ചിരിയും കഴിയാം, പക്ഷെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ എന്ന് സച്ചി പറയാം. അപ്പോൾ രേവതി പറയാം, എങ്ങനെ ഉണ്ടാവാനാ, ഇങ്ങനെ ഒരു തല്ലുകൊള്ളിയുടെ അടുത്ത് എങ്ങനെ അങ്ങനെയൊക്കെ നിൽക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കാം, അതെങ്ങനെ ശരിയാവും, ഇന്നലെ രാത്രിക്ക് ചനന്ദനെ അടിച്ചതിൽ നീ നല്ലത് പറഞ്ഞു, ഇന്ന് വന്നപ്പോൾ നീ ഇങ്ങനെയും പറയുന്നു, ഇന്ന് അയാളെ തല്ലിയത്, രാവിലെ തല്ലിയത് നീ ഇല്ലയെന്നും, അതായത് മോശമാണെന്ന് പറയുന്നത്, അതെങ്ങനെ ശരിയാവും എന്ന് പറയുന്നുണ്ട്. അപ്പം രേവതി പറയാം, അതൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് തറപ്പിച്ച് സച്ചിയെ നോക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ ലാസ്റ്റത്തെ എപ്പിസോഡ്.